Hi friends, welcome to Lal Brothers Media. Keeminte first part ilunde 2018 previous question paper workout aanu physics aduvole first part upload cheyidittunde kaanatha endu cheya adu kaana idu second part aanu adile first question a body of mass m is equal to 21 kg is moving in a medium and experience a fraction of force F equal to minus kV. അവിടെ പറയുന്നു v എന്താണ് സ്പീഡ് ഓഫ് ദ ബോഡി അല്ലെങ്കിൽ വെലോസിറ്റി ആണ് പറയുന്നത്. സ്പീഡ് the initial speed is v0 10 meter per second എന്ന് പറയുന്നു and after 10 second its energy becomes half of initial energy. അപ്പം ഒരു എനർജി ആയിരുന്നത് കൈനറ്റിക് എനർജി മൂവിംഗ് അല്ലേ. കൈനറ്റ് എന്താവുന്നു 10 സെക്കൻഡ് കഴിയുമ്പോൾ ഫൈനൽ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ കൈനറ്റിക് എനർജിയുടെ ഹാഫ് ആണ് എന്ന് പറയുന്നു. Then find the value of k. Find the value of k. നമ്മൾ എങ്ങനെ കാണും? ഫസ്റ്റ് അവർ പറഞ്ഞ അതേ സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യാം. എന്താ പറയുന്നത്? ഫൈനൽ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ കൈനറ്റിക് എനർജിയുടെ ഹാഫ് ആണ്. അപ്പൊ അവിടെ ഫൈനൽ കൈനറ്റിക് എനർജി എങ്ങനെ കാണുന്നത്? ഹാഫ് mv സ്ക്വയർ. v ആണ് ഫൈനൽ വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ഇനിഷ്യൽ കൈനറ്റിക് എനർജി. ഹാഫ് ഒരേ ബോഡിയാണ്, മാസ് വ്യത്യാസമില്ല, പക്ഷെ വെലോസിറ്റി എന്താണ്? ഇനിഷ്യൽ വെലോസിറ്റി v0 സ്ക്വയർ. ഇതെവിടുന്ന് ഒരു ഹാഫ് ക്യാൻസൽ ചെയ്തു, പിന്നെന്താണ് m ക്യാൻസൽ ചെയ്തു, ബാക്കി എന്ത് കിട്ടി? v സ്ക്വയർ ഈക്വൽ ടു ഇവിടെ എന്താണ് v0 സ്ക്വയർ. ഇവിടെ v0 സ്ക്വയർ ഡിവൈഡ് ബൈ എന്താ 2. അവിടുന്ന് v സ്ക്വയർ v കണ്ടാൽ റൂട്ട് ഓഫ് v0 സ്ക്വയറിന്റെ റൂട്ട് എന്ത് കിട്ടും? v0 ഡിവൈഡ് ബൈ 2ന്റെ റൂട്ട് √2. അത് കിട്ടി. ഇനി ഈ v0 വാല്യൂ നമുക്കറിയാം കേട്ടോ, അത് കൊടുക്കാം. തന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് പിന്നെ കൊടുക്കാം. ഇനി നമുക്ക് വേണ്ട കെയുടെ വാല്യൂല് അതിന് ഫോഴ്സ് തന്നിട്ടുണ്ട്. ഫോഴ്സ് എന്താ തന്നിട്ടുള്ളത്? F is equal to minus kV. ഫോഴ്സ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ട് ജനറൽ ഫോർമുല ma. F is equal to ma is equal to m. a എങ്ങനെ കാണുന്നത്? dv by dt, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി. അപ്പം ഇത് രണ്ടും ഫോഴ്സ് അല്ലേ ഇക്വേറ്റ് ചെയ്യുന്നു. അപ്പൊ എന്ത് കിട്ടും? m dv by dt ഈക്വൽ ടു മൈനസ് kv. ഇതിൽ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്, ഞാൻ ഇവിടെ ഇത് നമുക്ക് ഡൗട്ട് വരാം, അതുകൊണ്ട് ഞാൻ അവിടെ എന്ത് കൊടുക്കാം? ഫൈനൽ വെലോസിറ്റി f എന്ന് കൊടുക്കാം കേട്ടാ. ഇത് ഏതൊരു ടൈമിൽ വെലോസിറ്റി ആണ്, ഫൈനൽ വെലോസിറ്റി അല്ല. ഞാൻ എന്ത് ചെയ്യാം? f എന്ന് കൊടുക്കാം, നിങ്ങൾക്ക് ഡൗട്ട് വരും. ഇത് ഏതൊരു ഇൻസ്റ്റന്റിലെ വെലോസിറ്റിയാണ്. ശരി, ഞാൻ പറഞ്ഞത് ഇവിടെ എമ്മിന്റെ വാല്യൂ 1 kg എന്ന് പറയുന്നു. അപ്പൊ എം എത്ര? 1 kg ആണ്. അപ്പൊ ഇവിടുന്ന് എം പോയി, 1 ആയിട്ട് പോയി. ബാക്കി ചെയ്യുന്നത് ഈ റീഅറേഞ്ച് ചെയ്യുന്നു, ഡി ടി അങ്ങോട്ട് വി ഇങ്ങോട്ട്. അപ്പൊ ഇവിടെ എന്ത് കിട്ടും? എം പോയി, ബാക്കി എന്താ? ഡി വി ബൈ വി ഈസ് ഈക്വൽ ടു മൈനസ് കെ ഇൻറ്റു എന്താണ്? ഡി ടി. എം എങ്ങനെ പോയത്? എം എത്രയെന്ന് പറയുന്നു? 1 kg എന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നു. ഇവിടെ എനിക്ക് കെ ആണ് വേണ്ടട്ടാ, ഞാൻ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു, ഇത് കളയാൻ വേണ്ടിയാ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് പഠിച്ചുകൊണ്ട് 1/x ന്റെ ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ ln x ആണ്. അപ്പോൾ എന്ത് കിട്ടും? ഇത് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഓൺ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു എന്താണ്? dv by v ഈക്വൽ ടു ഇവിടെ ഇന്റഗ്രൽ മൈനസ് കെ ഡി ടി. ലിമിറ്റ് അപ്ലൈ ചെയ്യണം. വെലോസിറ്റി അല്ലേ? രണ്ട് വെലോസിറ്റി, ഇനിഷ്യൽ വെലോസിറ്റി ടു എന്താണ്? ഫൈനൽ വെലോസിറ്റി. ഇവിടെയാണ് ടൈം അല്ലേ ചെയ്യുന്നത്. ആദ്യത്തെ ഇനിഷ്യൽ ടൈം എന്താ? ഇനിഷ്യൽ ടൈം എന്ന് പറഞ്ഞാൽ 0. ഇനിഷ്യൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ 0, ടൈം 0 ആയപ്പോൾ വെലോസിറ്റി ആണ് ഇനിഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത്. ടൈം 0. ഇതെന്താണ്? ഫൈനൽ ടൈം ആണ്. അതായത് വി എഫ് എപ്പോഴാണ് ഫൈനൽ ടൈം എന്ന് പറഞ്ഞാൽ 10 സെക്കൻഡ്. ക്വസ്റ്റ്യനിൽ പറയുന്നു 10 സെക്കൻഡ് കഴിഞ്ഞപ്പോഴാണ് കൈനറ്റിക് എനർജി ഇത്രയായത്. അപ്പൊ വി എഫിന് കറസ്പോണ്ടിങ് ഉള്ള ടൈം എത്ര? 10. ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. നിങ്ങൾക്ക് ഇന്റഗ്രേഷൻ അറിയാം. 1/v യുടെ ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ എന്താ കിട്ടുന്നത്? ln v ലിമിറ്റ് എന്ത് കിട്ടി? v0 to v. ഇനി അപ്പുറത്ത് എന്താണ്? മൈനസ് കെ പുറത്ത് വന്നേ. ടി ചെയ്യുമ്പോൾ ടിയുടെ ഇന്റഗ്രൽ എന്താണ്? ഡി ടിയുടെ ഇന്റഗ്രൽ ടി. എന്താ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 0 to 10. ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നു. ആദ്യം എന്താണ്? അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. ഇവിടെ എന്ത് കിട്ടും? ln ന്റെ സ്ഥാനത്ത് അപ്പർ ലിമിറ്റ് ആയ വി എഫ് മൈനസ് ln വിയുടെ സ്ഥാനത്ത് ലോവർ ലിമിറ്റ് ആയ v0 ഈക്വൽ ടു മൈനസ് കെ. ടിയുടെ സ്ഥാനത്ത് ആദ്യം എന്താണ്? അപ്പർ ലിമിറ്റ് 10 മൈനസ് ലോവർ ലിമിറ്റ് 0. ഇതെവിടെ
ഇവിടെ എന്താ വരുന്നത്? log a മൈനസ് log b എന്ന് പറഞ്ഞാൽ log a ബൈ b. അപ്പൊ എന്ത് കിട്ടും? ln vf ഡിവൈഡ് ബൈ എന്താണ്? v0 is equal to minus k into എന്താ? 10. 10 minus 0 10. അപ്പൊ എനിക്ക് ഈ മൈനസ് കളയണേ. ചെയ്യുന്നത് പറഞ്ഞാൽ രണ്ട് സൈഡ് മൈനസ് കൊണ്ട് ഇന്ത്യ ചെയ്യണേ. ഇവിടെ ഒരു മൈനസ് കൊടുത്തു, ഇവിടെ ഒരു മൈനസ് കൊടുത്തു. ഇനി ഇവിടെ പോസിറ്റീവ് ആയി. അപ്പൊ എന്ത് കിട്ടും? 10k എന്ന് കിട്ടും. ഇവിടെ ഈ മൈനസ് ഉള്ള ഞാൻ ഇവിടെ മൈനസ് ഉണ്ട്, ഇതിനെ റിവേഴ്സ് ചെയ്യുന്നു, ഓർഡർ മാറ്റുന്നു. ഇവിടെ വി എഫ് ബൈ വി സീറോ അല്ലേ, ഞാൻ ഓർഡർ മാറ്റി v0 ബൈ vf ആക്കുന്നു. അങ്ങനെ തിരിച്ച് എഴുതിയാൽ എന്ത് കൊടുക്കണം? ഒരു മൈനസ് കൊടുക്കണം. ആ മൈനസും ഈ മൈനസും എന്തായി? പ്ലസ് ആയി. അപ്പൊ ഇതിനെ തിരിച്ച് എഴുതിയ ln ഇത് തിരിയുമ്പോൾ എന്ത് കിട്ടും? v0 ബൈ vf. അപ്പൊ ഇത് തിരിയുമ്പോൾ ഇവിടെ ഒരു മൈനസ് കൊടുക്കണം. ഈ മൈനസ് ഇവിടുത്തെ മൈനസ് എന്തായി? ക്യാൻസൽ ചെയ്ത് പോയി. പറഞ്ഞ ക്ലിയർ ആയി കാണും. ശരി, അടുത്ത്. അപ്പൊ എനിക്ക് k ആണ് വേണ്ടത്. അത് വാല്യൂസ് അറിയാം. ln v0 തന്നിട്ടുണ്ട്. എത്ര v0 എന്ന് പറഞ്ഞ 10. vf നമ്മൾ കണ്ടുപിടിച്ചു. എന്താ? v0 ബൈ റൂട്ട് 2. v0 എത്ര? 10 അല്ലേ? അപ്പൊ 10 ബൈ റൂട്ട് 2. അവിടെ എത്ര കിട്ടും? 10 ബൈ റൂട്ട് 2 ഈക്വൽ ടു 10k. ക്യാൻസലേ? റൂട്ട് 2 മോളിൽ. അപ്പൊ എന്ത് കിട്ടി? ln റൂട്ട് 2 ഈക്വൽ ടു 10k. k അല്ലേ കാണേണ്ടത്? ഇത് ഇങ്ങോട്ട് ഡിവൈഡ് ചെയ്തു. അപ്പൊ എന്ത് കിട്ടും? k is equal to ln റൂട്ട് 2 ഡിവൈഡ് ബൈ 10. ഇനി ഓപ്ഷൻസ് നോക്കാം. അപ്പൊ റൂട്ട് 2 മോളിൽ നിന്ന് ഓപ്ഷൻസ് രണ്ട് ഓപ്ഷൻസ് ആണ് റൂട്ട് 2 വരുന്നത്. അപ്പൊ ഡിവൈഡ് ചെയ്യാൻ എന്ത് വരുന്നില്ല? 10 വരുന്നില്ല. അപ്പൊ ഈ ഫോം അല്ല ആൻസർ വെച്ചാൽ ഫോം മാറ്റണം. എങ്ങനെയാ ഫോം മാറ്റുന്നത്? ഇങ്ങനെയാ ഫോം മാറ്റുന്നത്. അവിടെ റൂട്ട് മാറ്റണം. റൂട്ട് മാറ്റം ചെയ്യുന്നത് ഇൻറ്റു റൂട്ട് 2 അല്ല കൊടുക്കുന്നത്. അത് ജനറൽ കേസ്. അപ്പൊ എല്ലാം ലോഗ് വരുമ്പോൾ ഇങ്ങനെ കൊടുക്കാൻ പറ്റില്ല. നമ്മൾ ഇങ്ങനെ എഴുതാം. അതായത് ln a റൈസ് ടു b എന്ന് പറഞ്ഞാൽ ഈ b നമ്മൾ ആദ്യം ചെയ്തു, നമ്മൾ പഠിച്ചുള്ളതാ. b ln a. ഇതിന്റെ ആൻസർ എന്താണ്? ഇതിനടുത്ത് ആദ്യം എഴുതി b, ബാക്കി എന്താ? ln a. നമ്മൾ ഡെറിവേറ്റീവ് പഠിക്കുന്ന log a റൈസ് ടു x എന്ന് പറഞ്ഞാൽ x log a എന്ന് പഠിച്ചുള്ള. അതുപോലെ ഇവിടെ ഇതിനെങ്ങനെ എഴുതി? ln 2 ഹോൾ റൈസ് ടു 1/2. എന്താ 1/2 എഴുതിയത്? റൂട്ട് 2. റൂട്ട് ഓഫ് എന്നുള്ള മീനിങ് എന്താ? പവർ എത്ര? 1/2 ഡിവൈഡ് ബൈ എത്ര? 10. അപ്പൊ എന്ത് കിട്ടും? k is equal to ഇതിനടുത്ത് ആദ്യം ചെയ്ത്. അപ്പൊ എന്താ? 1/2 ഇൻറ്റു ln 2 ഡിവൈഡ് ബൈ എത്ര? 10. ഈ 2 താഴെ വരുന്നത് ഇപ്പം 10 ഇൻറ്റു 2 20 ആയി. അപ്പൊ ആൻസർ എത്ര? മോളില് ln 2 ഡിവൈഡ് ബൈ 20. ആൻസർ ln 2 ഡിവൈഡ് ബൈ 20. എവിടെ വന്നത്? ഇവിടെ ഹാഫ് ആണ്. അപ്പൊ 1 ഇൻറ്റു ln 2 ബാക്കി 2 ഇൻറ്റു 10 എത്ര? 20. അങ്ങനെ ഓപ്ഷൻ അല്ലേ? ഓപ്ഷൻ സി. നമ്മൾ ചെയ്യുന്നത് കറക്റ്റ് ആയിരിക്കും. നമ്മളെ ഇതേ ഫോർമാറ്റിലാണോ ആൻസർ ആണോ നോക്കുക കേട്ടാ. ഇവിടെ റൂട്ട് 2 വരുന്ന ഓപ്ഷനിൽ അതില്ല. നമ്മൾ നോക്കേണ്ടത് അവിടെ ഡിവൈഡ് വരുന്ന ഒറ്റ ഓപ്ഷൻ 20 വരുന്നുണ്ട്. അപ്പൊ എങ്ങനെ 20 ആയെന്നുള്ളത്? മോളിൽ തന്നെ റൂട്ട് 2 കൊണ്ട് ഇന്ത്യ എന്നല്ല. ഇത് എന്താക്കി? റൂട്ട് കളയുക. റൂട്ട് കളയാൻ അത് ഹോൾ റൈസ് ടു 1/2. ആ 1/2 എടുത്ത് ഫ്രണ്ടിൽ എഴുതി. അടുത്ത ക്വസ്റ്റ്യൻ. The position vector of the particle is r of t is equal to a cos omega ti plus a sin omega t j. തന്നിട്ടുണ്ട്, r തന്നിട്ടുണ്ട്. Where a and omega are real constants of suitable dimensions, the acceleration is. നമുക്ക് 5 ഓപ്ഷൻസ് ഉണ്ട്. പെർപെൻഡിക്കുലർ ടു വെലോസിറ്റി, പാരലൽ ടു വെലോസിറ്റി, അങ്ങനെ. അത് നമ്മൾ അത് ചെയ്യാൻ വേണ്ടി ആദ്യം r തന്നിട്ടുണ്ട്. വാല്യൂ മാത്രമേ ഉള്ള r എന്താണ്? a cos t I cap plus a sin omega j cap. നമുക്ക് ആക്സലേഷൻ ആണ് വേണ്ടത്. അപ്പം പൊസിഷൻ തന്നാൽ, പൊസിഷൻ എന്നാൽ ഡിസ്പ്ലേസ്മെന്റ് തന്നാൽ എങ്ങനെ ആക്സലേഷൻ കാണും? ഡിസ്പ്ലേസ്മെന്റ് വിത്ത് റെസ്പെക്ട് ടൈമിന് ഒരിക്കൽ ഡെറിവേറ്റീവ് എടുത്താൽ നമുക്ക് വെലോസിറ്റി കിട്ടും. വീണ്ടും ഒരിക്കൽ ഡെറിവേറ്റീവ് എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? ആക്സലേഷൻ കിട്ടും. അപ്പൊ ആദ്യം ഒരിക്കൽ ഡെറിവേറ്റീവ് എടുക്കുകയാണ്. ഒരിക്കൽ ഡെറിവേറ്റീവ് എടുക്കുന്നു. അപ്പൊ എന്ത് കിട്ടും? വെലോസിറ്റി dr by dt. ഡെറിവേറ്റീവ് നിങ്ങൾക്ക് അറിയായിരിക്കും. ഇവിടെ ഒരു ഒമേഗ ടി ഉണ്ട്. ഒമേഗ ടി. ശരി, ആദ്യം a കോൺസ്റ്റന്റ് കോസ് ഒമേഗ ടിയുടെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ മൈനസ് കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ മൈനസ് സൈൻ തീറ്റ. ഇവിടെ എന്ത് വരും? മൈനസ് സൈൻ തീറ്റ. തീറ്റയുടെ സ്ഥാനത്ത് എന്താ ഉള്ളത്? ഒമേഗ ടി. ഐക്കേപ്പുണ്ട്, തീർന്നില്ല. ഫംഗ്ഷൻ ഓഫ് ഫംഗ്ഷൻ ആണ്. ഒമേഗ ടിയുടെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ഒമേഗ. അപ്പൊ ആദ്യം എ എടുത്ത് എഴുതി,
cos theta cos omega t ഡെറിവേറ്റീവ് മൈനസ് sin omega t ഡെറിവേറ്റീവ് omega i cap എഴുതി. അതുപോലെ ഇവിടെ പ്ലസ് a കോൺസ്റ്റന്റ് sin omega t ഡെറിവേറ്റീവ് cos omega t പിന്നെ j cap കൂടെ ഉണ്ട് omega t ഡെറിവേറ്റീവ് omega വെലോസിറ്റി കിട്ടി. ഇനി ഒരിക്കലും ചെയ്യണം. അപ്പൊ എന്ത് കിട്ടും? ആക്സിലറേഷൻ കിട്ടും dv/dt. വെലോസിറ്റി ഒരിക്കലും ഡെറിവേറ്റീവ് എടുക്കുന്നു വിത്ത് റെസ്പെക്ട് ടു ടൈം. ഇവിടെ പുറത്ത് എന്താ ഉള്ളത്? മൈനസ് എ ഒമേഗ ഉണ്ട്. സൈൻ ഒമേഗ ടി ഡെറിവേറ്റീവ് എന്താണ്? കോസ് ഒമേഗ ടി പിന്നെ ഐ ക്യാപ്പ്. ഒമേഗ ടി ഡെറിവേറ്റീവ് എന്താണ്? ഒമേഗ. ആ ഒമേഗ ഇൻറ്റു ഈ ഒമേഗ എന്താവും? ഒമേഗ സ്ക്വയർ പ്ലസ് ഇവിടെ എ ഒമേഗ എഴുതി cos omega t ഡെറിവേറ്റീവ് മൈനസ് ആ മൈനസ് ഇവിടെ കൊടുത്ത ഇവിടെ എഴുതാം മൈനസ് എന്താണ് sin omega t പിന്നെ എന്താണ് j cap omega t ഡെറിവേറ്റീവ് omega into omega എന്തായി? omega സ്ക്വയർ ആയി. ഈ മൈനസും ഈ പ്ലസും എന്താവും? ഇവിടെ മൈനസ് ആവും. ഇനി ആക്സിലറേഷൻ കിട്ടി. നമുക്ക് എന്താ വേണ്ടത്? ഫസ്റ്റ് ഓപ്ഷൻ എന്താണ്? ആക്സിലറേഷൻ വെലോസിറ്റി റിലേഷൻ ആണ് പറയുന്നത്. നമുക്ക് ഡയറക്ഷൻ അറിയണമെങ്കിൽ ഒന്ന് പാരലൽ അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ. നമ്മൾ ചെയ്യേണ്ടത് ഡോട്ട് പ്രൊഡക്റ്റ് കാണും. ഏറ്റവും എളുപ്പമാണ് ഡോട്ട് പ്രൊഡക്റ്റ് കാണാൻ. എന്തുകൊണ്ടാ? a dot b is equal to ab cos theta. ഫസ്റ്റ് കേസ് ഒന്ന് cos theta 0 ആണെങ്കിൽ എപ്പോഴാ 0 ആവുന്നത്? theta 90 ആവുമ്പോൾ. അപ്പൊ ഇത് 0 ആണ്. a dot b എന്ത് കിട്ടും? 0. അപ്പം രണ്ട് വെക്ടേഴ്സ് ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ 0 കിട്ടിയാൽ ആംഗിൾ എന്താണ്? 90 എന്നാണ്. പെർപെൻഡിക്കുലർ എന്നാണ് മീനിങ്. അടുത്ത് cos theta എന്തായാലും 1 ആയാൽ തീറ്റ എത്ര എന്നാ മീനിങ്? 0. തീറ്റ 0 എന്നാ മീനിങ്. പാരലൽ cos 0 ആണ് 1 ആയി പോകുന്നത്. അപ്പൊ എന്ത് കിട്ടും? a dot b equal to ab എന്ന് കിട്ടും. a dot b equal to ab എന്ന് കിട്ടും. അവിടെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. a dot b ചെയ്യാം. a dot b എന്ന് പറഞ്ഞാൽ ആരുടെയൊക്കെയാ? ആക്സിലറേഷന്റെ വെലോസിറ്റിയും ഡോട്ട് പ്രോഡക്റ്റ് എടുത്ത് നോക്കാം. ഡോട്ട് പ്രോഡക്റ്റ് എളുപ്പമാണ്. ആദ്യം ഐയുടെ കമ്പോണൻസ് മാത്രം ഇൻഡ്യൂ ചെയ്യുക. അപ്പൊ ഇതല്ല ഐയുടെ കമ്പോണൻസ്. ആദ്യം മൈനസ് ഇൻറ്റു മൈനസ് എന്തായി? പ്ലസ് ആയി. എ ഇൻറ്റു എ എന്താ? എ സ്ക്വയർ. ഒമേഗ സ്ക്വയർ ഇൻറ്റു ഒമേഗ ക്യൂബ്. പിന്നെ ഇവിടെ എന്തുണ്ട്? സൈൻ ഒമേഗ ടി പിന്നെ എന്താണ്? കോസ് ഒമേഗ ടി. ഐ ഡോട്ട് ഐ എന്ന് പറഞ്ഞാൽ 1 ആയിട്ട് പോകും. അടുത്തിവിടെ പ്ലസ് ഇൻറ്റു മൈനസ് എ ഇൻറ്റു എ സ്ക്വയർ. ഒമേഗ സ്ക്വയർ ഇൻറ്റു ഒമേഗ ക്യൂബ്. കോസ് തീറ്റ സൈൻ തീറ്റ. ഞാൻ തിരിച്ചു ചെയ്താം. സൈൻ തീറ്റ കോസ് തീറ്റ രണ്ടും കറക്റ്റ് തന്നെ. പ്രോഡക്റ്റ് അല്ലേ? പ്രശ്നമില്ല. ജെ ഡോട്ട് ജെ എത്ര? 1. ഓക്കെ, ഇത് രണ്ടും സെയിം അല്ലേ? അപ്പൊ ആൻസർ എത്ര? 0. എ ഡോട്ട് ബി 0 ആയി. എന്താ മീനിങ്? 0 ആണെങ്കിൽ തീറ്റ എത്ര? 90. അതിന്റെ മീനിങ് എന്താ? ഇത് രണ്ടും എന്താണ്? പെർപെൻഡിക്കുലർ ആണ്. ഓപ്ഷൻ നോക്കി. ആക്സിലറേഷൻ വെലോസിറ്റി പെർപെൻഡിക്കുലർ ആണ്. ഓപ്ഷൻ എ. Next question. Some of the following equations are kinetic equations where the symbols have their usual meaning. Work-Eye theorem is represented by. Simple question. ഇവിടെ എന്താ? Work-Eye theorem എന്താ പറയുന്നത്? Work done is equal to change in kinetic energy. Work done എങ്ങനെ കാണുന്നത്? Force into displacement ആണല്ലോ. ഫോഴ്സ് ഇൻ ഡിസ്പ്ലേസ്മെന്റ്. ഞാൻ എസ് എടുത്തേട്ടാ. അതുകൊണ്ട് അതില് ഇൻ ടേംസ് ഓഫ് എസ് ആണ് പറയുന്നത്. ചേഞ്ച് ഇൻ കൈനറ്റിക് എങ്ങനെ കാണുന്നത്? ഫൈനൽ കൈനറ്റിക് എനർജി മൈനസ് എന്താണ്? ഇനിഷ്യൽ കൈനറ്റിക് എനർജി. ഇവിടെ എഫ് അങ്ങനെ കാണാം, എം എ. അപ്പൊ എം എ ഇൻറ്റു എസ് ഈസ് ഈക്വൽ ടു, നമ്മൾ സ്ട്രേറ്റ് ലൈൻ മോഷൻ ആയതുകൊണ്ടാണ് ഡോട്ട് കൊടുക്കാതെ കേട്ടാ. ഡോട്ട് എഫ് ഡോട്ട് എസ് എന്നാണ്. സ്ട്രേറ്റ് ലൈൻ മോഷൻ ആണെങ്കിൽ എഫ് എസും പാരലായിരിക്കും. അപ്പൊ എഫ് എസ് കോസ് തീറ്റ, തീറ്റ 0. അപ്പൊ എന്ത് എഴുതിയാൽ മതി? എഫ് ഇൻറ്റു എസ് എന്ന് എഴുതിയാൽ മതി. അപ്പൊ സ്ട്രേറ്റ് ലൈൻ മോഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ കാണുന്നത്? തീറ്റ എന്താണ്? 0 ആണ്. അവിടെ ഡോട്ട് കൊണ്ട് ആവശ്യമില്ല. ജസ്റ്റ് എന്ത് കൊടുത്താൽ മതി? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. ഫൈനൽ കൈനറ്റിക് എങ്ങനെ കാണുന്നത്? ഹാഫ് എം ഇൻറ്റു ഫൈനൽ വെലോസിറ്റി വി മൈനസ് ഇനിഷ്യൽ വെലോസിറ്റി ഹാഫ് അല്ല വി സ്ക്വയർ ഉണ്ട്. ഹാഫ് എം വി സ്ക്വയർ മാസ് ഇൻറ്റു ഫൈനൽ വെലോസിറ്റിയുടെ സ്ക്വയർ. ഹാഫ് മാസ് വ്യത്യാസമില്ല, ഇനിഷ്യൽ വെലോസിറ്റിയുടെ സ്ക്വയർ. ഇവിടെ യു ആണ് കൊടുത്തിട്ടുള്ളത് ഓപ്ഷൻസിൽ. അപ്പൊ എല്ലായിടത്തും എന്താ വരുന്നത്? ഒരു എം ഇല്ലേ, ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. ബാക്കി എന്താ ഉള്ളത്? എ ഇസ് ഈക്വൽ ടു ഇവിടുന്ന് ഹാഫ് പുറത്തെടുത്ത് ബാക്കി എന്താ ഉള്ളത്? ഇവിടെ വി സ്ക്വയർ മൈനസ് ഇത് ഹാഫ് ബാക്കി എന്താണ്? യു സ്ക്വയർ. ഇത് ഇങ്ങോട്ട് ക്രോസ് ചെയ്യുക.
2as equal to v square minus u square. ഈ മൈനസ് യു സ്ക്വയർ എപ്പോഴും ഉണ്ടാവും, പ്ലസ് ആയില്ലേ. ബാക്കി ഇവിടെ എന്താണുള്ളത്? വി സ്ക്വയർ. വി സ്ക്വയർ അല്ല, ഇത് ഇപ്പോഴും പ്ലസ് ആയി. അപ്പൊ എന്താണ്? യു സ്ക്വയർ പ്ലസ് 2as ഈക്വൽ ടു വി സ്ക്വയർ. ഇനി ഒരു ഓപ്ഷൻ ഉണ്ട് അതിൽ, ഓപ്ഷൻ ഇ, വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. പക്ഷെ ഇത്രയും ചെയ്തുകൊണ്ട് ആവശ്യമില്ല. നമ്മൾ പ്ലസ് 1 പഠിക്കുന്നുണ്ട്, ഡെറിവേഷൻ പഠിക്കുന്നുണ്ട്. ബട്ട് ഡെറിവേഷനിൽ ഇത് പ്രൂവ് ചെയ്യാൻ ചോദിക്കും. നമ്മൾ സ്റ്റാർട്ടിംഗ് ഇക്വേഷൻ ഇതാണ്, ഇവിടെ നിന്നാണ് ഇത് പോകുന്നത്, പ്രൂവ് ചെയ്യുന്നത്. അപ്പൊ അത് അറിയാമെങ്കിൽ പെട്ടെന്ന് എടുത്ത് എഴുതാം. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് എക്സ് VA denote displacement, the velocity and the acceleration of the particle executing simple harmonic motion of time period t, then which of the following do not change with the time? അപ്പോൾ ഇതിൽ 5 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ടൈമിനനുസരിച്ച് ചേഞ്ച് ചെയ്യാത്തത്? അപ്പൊ നമ്മൾ ഓരോ ഓപ്ഷൻ ചെക്ക് ചെയ്യേണ്ടി വരും. ഒരു എളുപ്പ മാർഗമുണ്ട്. അതായത് നമ്മൾ എല്ലാത്തിനും ഡയമെൻഷൻ പിടിച്ചാൽ മതി. ഈ ഡയമെൻഷനിൽ ടി വരാത്തത്, ടി മാത്രമല്ല കേട്ടാ, ടിയെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫാക്ടറും വരാൻ പാടില്ല. എക്സാമ്പിൾ ഡയമെൻഷൻ പറയുമ്പോൾ MLT ആ, ജനറൽ ആയിട്ട് പറയുന്നത് MLT ആ, മാസ് ലെന്ത് ടൈം. നമ്മൾ ഡയമെൻഷൻ എഴുതുമ്പോൾ ഇതിൽ മാസ് എന്ന് പറഞ്ഞ ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അത് പോട്ടെ, മാസ് വന്ന പ്രശ്നമില്ല. പക്ഷേ ഈ ഡയമെൻഷനിൽ L വരാൻ പാടില്ല, T വരാൻ പാടില്ല. അപ്പം എല്ലാത്തിനും ഡയമെൻഷൻ കണ്ടുപിടിക്കുക. ഓരോന്നും ഓപ്ഷൻ വരുന്ന ഡയമെൻഷൻ കാണുക. അതിൽ എല്ലും ടിയും വരാത്ത ഓപ്ഷൻ നോക്കുക. എല്ലും ടിയും വരാൻ പാടില്ല, ടി മാത്രം പോരാട്ടാ, എല്ലും വരാൻ പാടില്ല. കാരണം എല്ലും ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ഡിസ്റ്റൻസ് അല്ലെ ഡിസ്പ്ലേസ്മെന്റ് ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നു? ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. വേരിയബിൾ ആണ്, ഉറപ്പായിട്ട് ചേഞ്ച് ചെയ്യും. ഫസ്റ്റ് ഓപ്ഷൻ എന്താണ്? AT/v, അതാണ് ഓപ്ഷൻ എ. എന്താ? ആക്സലേഷൻ അല്ലേ? LT⁻². ടി എന്താ? ടി ടൈം തന്നെയാണ്. വെലോസിറ്റി എന്താ? LT⁻⁻1. L ക്യാൻസൽ. ബാക്കി എന്താണത്? നോക്ക്, ഇത് മോളിപ്പം എന്താവും? ഇവിടെ T⁻² ഉണ്ട്, അവിടെ ടി ഉണ്ട്. T⁻⁻ മോളിപ്പം എന്തായി മാറും? ടി ആയി മാറും. അപ്പൊ എന്താ? T⁻². ടിന് ടി എന്തായി? T². ഇവിടെ എത്ര? 0 എന്നല്ല, T⁻². അപ്പൊ ഇതിനകത്ത് എന്തില്ല? M ഇല്ല. ഇതിങ്ങനെ M⁻�0, L⁻�0, T⁻�0. എല്ലും ഇല്ല, ടിയും ഇല്ല. അപ്പൊ ഓപ്ഷൻ എ കേട്ടാ. ബാക്കിയെല്ലാം നോക്കി അറിയാൻ പറ്റൂട്ടാ. ബിയും സിയും എയും അല്ല, ഉറപ്പായിട്ട് കട്ടാവൂല. എന്തുകൊണ്ടാ? ബിയിൽ ടി വരുന്നുണ്ട്, ആ ടി കട്ട് ചെയ്യാൻ വേണ്ടി വേറെ ഓപ്ഷൻ ഒന്നും ഇല്ല. ബാക്കി അടുത്ത് പ്ലസ് ആണ് വരുന്നത്. അപ്പൊ അങ്ങനെ ഡയമെൻഷൻ ഇല്ല. നമുക്ക് ഒരു ടേമിന് വന്ന ഡയമെൻഷൻ ചെയ്താൻ പറ്റും. ബാക്കി പ്ലസ് ടേം പറ്റും. ഒരിക്കലും എന്താവൂല? രണ്ട് ടേമാണ്, ഒരിക്കലും ക്യാൻസൽ ആയി പോകൂല. സിയും ഇടയ്ക്ക് പ്ലസ് വരുന്നുണ്ട്, രണ്ട് ടേമാണ്, ക്യാൻസൽ ആവൂല. AT ആണ്. AT നിങ്ങൾക്ക് അറിയാം, ആക്സലേഷൻ LT⁻², മറ്റേ ടി ആണ്, ക്യാൻസൽ ആവൂല. പിന്നെ VT, LT⁻⁻1, VT ആണ് ലാസ്റ്റ് ഓപ്ഷൻ ആണ്. ടി ഇവിടെ എന്തുണ്ട്? ടി ക്യാൻസൽ ആയാൽ L ഉണ്ട്, ടി ഇല്ല, പക്ഷെ L ഉണ്ട്. L വേരിയബിളാ, ലെന്ത് മാറിക്കൊണ്ടിരിക്കും. നമ്മൾ മൂവ് ചെയ്യുന്ന അനുസരിച്ച്, ഒരു മോഷൻ അനുസരിച്ച് മൂവ് ചെയ്യുമ്പോൾ ഇങ്ങനെ മൂവ് ചെയ്യുന്നു. ലെന്ത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ എന്താ പറഞ്ഞ? ചേഞ്ച് ചെയ്യാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. ഓപ്ഷൻ എ. അടുത്ത ക്വസ്റ്റ്യൻ, a rubber cord of density d, Young's modulus y and length L is suspended vertically. If the cord extends by a length 0.5 L under its own weight, then L is. അവിടെ പറഞ്ഞ കാര്യം നമുക്ക് Young's modulus. Young's modulus അങ്ങനെ കാണാൻ ഫോർമുല എന്താ? ഫോർമുല എന്ന് പറഞ്ഞാൽ F/L ഡിവൈഡ് ബൈ A ഡെൽറ്റ L. ഫോർമുലയെ കാണാൻ പഠിക്കണം കേട്ടോ. യങ്സ് മോഡുലസ് എന്നുള്ള ഫോർമുല കാണാൻ പഠിക്കുക കേട്ടോ. അത് ജനറൽ ഫോർമുല സ്ട്രെസ് ബൈ സ്ട്രെയിൻ എന്നാണ്. സ്ട്രെസ് ഫോഴ്സ് ബൈ ഏരിയ എന്ന് വരും. സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ L ബൈ L എന്ന് വരും കേട്ടോ. അത് സിംപ്ലിഫിക്കേഷൻ ആണ് ഈ ഫോമിൽ കിട്ടുന്നത്. ഈ ഇക്വേഷൻ കാണാൻ പഠിച്ചോളാം, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. മെക്കാനിക്സ് ഓഫ് സോളിഡ്സിലെ ഇക്വേഷൻസ് ഓർത്തിരിക്കുക. ആ ഇക്വേഷൻ വെച്ച് ചെയ്യാണ്ട് ഇമ്പോർട്ടന്റ് ആണ്. ഇനി ഇതിൽ ഓരോ വാല്യൂ ചെയ്യണം. ഫസ്റ്റ് L തന്നിട്ടുണ്ട്, ഗിവൺ എന്തൊക്കെയുണ്ട്? ഒറിജിനൽ ലെന്ത് L എന്നുണ്ട്, ഓക്കെ. പിന്നെ ഡെൽറ്റ L ഉണ്ട്, 0.5 എന്തുണ്ട്? L എന്നുണ്ട്. ഇനി എന്താണത്? ഏരിയ അറിയില്ല. ഫോഴ്സ് എന്ന് പറഞ്ഞു അവിടെയാണ് തെറ്റാൻ ചാൻസ് ഉള്ളത്. നോക്കിക്കോ, നമ്മൾ ഇങ്ങനെ ഒരു സാധനം പഠിച്ചിട്ടുണ്ട്. ഞാൻ ഇങ്ങനെയാണ് സസ്പെൻഡ് ചെയ്യുന്നത്. ഇതിന്റെ സ്വന്തം വെയിറ്റ് കൊണ്ടാണ് ഇത് എക്സ്റ്റെൻഡ് ചെയ്തത്. അപ്പൊ ഇത്ര L ആണ് ലെന്ത്. കുറച്ച് എന്ത് ചെയ്തു? അല്പം എക്സ്റ്റെൻഡ് ചെയ്തു. അപ്പൊ ഇത്ര L അല്പം എക്സ്റ്റെൻഡ് ചെയ്തപ്പോ എത്രയായി? ഡെൽറ്റ L അല്ലെങ്കിൽ 0.5 × L. അത് സംഭവം എന്ന് പറയുന്നത്. അപ്പൊ എന്തുകൊണ്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നത്? ഇതിൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടല്ലേ.
അപ്പൊ ഇതിന് ഫോഴ്സ് എങ്ങനെയായിട്ട് സ്വന്തം വെയിറ്റ് എന്നാ പറഞ്ഞത്. അവിടെ ഒരു സാധനം കെട്ടിത്തൂക്കി കിട്ടുന്നെങ്കിൽ ഇതിന്റെ വെയിറ്റ് മാത്രം എടുത്താൽ മതി. ഈ റോഡിന്റെ വെയിറ്റ് നെഗ്ലിജിബിൾ ആയതുകൊണ്ട് നമ്മൾ കളയും. അപ്പൊ നമ്മൾ തൂക്കിയിട്ട കട്ടയുടെ അല്ലെങ്കിൽ എന്താണ് തൂക്കിയിടുന്നത് അതിന്റെ വെയിറ്റ് മാത്രം എടുത്താൽ മതി. അതിന്റെ വെയിറ്റ് എത്ര വരുന്നത് mg, അതാണ് ഫോഴ്സ് എന്ന് പറഞ്ഞത്. പക്ഷെ ഈ കേസിൽ അങ്ങനെ ഒന്നും തൂക്കിയിടുന്നില്ല. പകരം എന്താ സ്വന്തം വെയിറ്റ് കൊണ്ടാണ് അത് എന്ത് ചെയ്യുന്നത്, എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. അപ്പൊ അവിടെ കോൺസെപ്റ്റ് മാറും. ഇങ്ങനെയാണ് കോൺസെപ്റ്റ് മാറുന്നത്. ഇതാണ് 2 പോയിന്റ്. എങ്ങനെയാ വെച്ച് പറയണത് 2 പോയിന്റ്. ഈ റോഡിന്റെ ടോട്ടൽ മാസ് എന്ന് പറഞ്ഞാൽ എം എന്ന് പറയുന്നത്, ടോട്ടൽ മാസ് എം. അത് എപ്പോഴും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അതിന്റെ സെന്റർ ഓഫ് മാസിലായിരിക്കും. അത് നമ്മൾ പഠിച്ചുള്ള ടോട്ടൽ മാസ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് സെന്റർ ഓഫ് മാസിൽ. അപ്പൊ നടുക്കല്ലേ സെന്റർ ഓഫ് മാസ്. അപ്പൊ ഇവിടുത്തെ മാസ് എത്ര, എം. അങ്ങനെയാണ് ഈ 2 എൻഡിലെ മാസ് എത്ര വരുന്നത്, ഇവിടെ m/2, ഇവിടെ എത്രയാണ് m/2. അതായത് ഇവിടെ m/2, ഇവിടെ m/2. ഇവിടുത്തെ റിയൽ മാസ് എത്ര വരുന്നത്, ഇവിടുത്തെ റിയൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ mg അല്ല, കാരണം ഇവിടുത്തെ m/2 × g ആണ്. അതാണ് കോൺസെപ്റ്റ്. ഇവിടെ ഒരു വെയിറ്റ് ലോഡ് തൂക്കിയിടാണെങ്കിൽ നമ്മുടെ ഇതിന്റെ ഈ സ്ട്രിങ്ങിന്റെ മാസ് എടുക്കില്ല, അത് നെഗ്ലിജിബിൾ, അത് കളയും. നമ്മൾ എന്ത് മാത്രം എടുക്കൂ, നമ്മൾ എന്താണോ തൂക്കിയിട്ടത് അതിന്റെ വെയിറ്റ് മാത്രം എടുക്കും, ആ ലോണിന്റെ വെയിറ്റ് മാത്രം എടുക്കും. അല്ല സ്വന്തം വെയിറ്റ് കൊണ്ടാണ് എക്സ്റ്റെൻഡ് ചെയ്യുന്നതെങ്കിൽ അവിടെ മാറും. അവിടെ മാസ് എന്ന് പറഞ്ഞാൽ പകുതിയായി മാറും. മറന്നുപോലെ ഇതാണ് കോൺസെപ്റ്റ്. അവിടെ ആ ഫോഴ്സ് എന്തായി മാറി, mg/2 ആയി മാറി. ഇവിടെ ഓപ്ഷനില് ഇൻ ടേംസ് ഓഫ് ഡെൻസിറ്റിയിലാണ് പറയുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, ഡെൻസിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പൊ എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുന്നത്, ഡെൻസിറ്റി ഓപ്ഷനിൽ ഡി അടുത്തുള്ളത് മാസ് ബൈ വോളിയം. ഇവിടുന്ന് വോളിയം എന്ത് കിട്ടും, വോളിയം ഇൻറ്റു ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ്. പക്ഷെ ഓപ്ഷനിലൊന്നും വോളിയം വന്നിട്ടില്ല. അപ്പൊ വോളിയം കൺവേർട്ട് ചെയ്യണം. വോളിയം കാണാൻ ജനറൽ ഫോമുല എന്താ, ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസ്. ഏരിയ ഇവിടെ ഡിസ്റ്റൻസ് എന്ത് വരും, ലെന്ത് എൽ. മറന്നുപോലെ ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസ് ആണ് വോളിയം കാണാൻ ഫോമുല. ഇൻറ്റു എന്താ, ഡി ഈക്വൽ ടു എം. അപ്പൊ നമ്മൾ ഇവിടെ എമ്മിന്റെ സ്ഥാനത്ത് ഈ വാല്യൂ കൊടുത്തു, ALD. പിന്നെന്തുണ്ട്, G / 2. യങ്സ് മോഡുലസ് കാണുന്നു. എങ്ങനെ കാണുന്നു, ഈ ഫോമുല. എഫിന്റെ സ്ഥാനത്ത് വാല്യൂ കൊടുത്ു, ALDG / 2. സ്മോൾ എൽ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ എൽ ആണ്, ഒറിജിനൽ ലെന്ത്, ഡിവൈഡ് ബൈ ഏരിയ AN. ഡെൽറ്റ എൽ ഇതാടക്കുന്നത് 0.5 L. കട്ടികളെ കട്ട് ചെയ്യുക, A കട്ട് ചെയ്തു, L കട്ട് ചെയ്തു. അപ്പൊ എന്ത് കിട്ടും, y is equal to ഈ 2 താഴേക്കല്ലേ, മുകളിൽ എന്തൊക്കെയാ ഉള്ളത്, LDG ഡിവൈഡ് ബൈ 2 താഴേക്ക്. അപ്പൊ എന്ത് കിട്ടും, 2 × 0.5. 2 × 0.5 എത്ര, 1 അല്ലേ. LDG ഡിവൈഡ് ബൈ 1 എന്തിനു കിട്ടും, LDG നെ കിട്ടും. L അല്ലേ വേണ്ട, DG ഡിവൈഡ് ചെയ്യുക. അപ്പൊ എന്ത് കിട്ടും, L is equal to ഇവിടെ എന്തുണ്ട്, യങ്സ് മോഡുലസ് y ഡിവൈഡ് ബൈ എന്താണ്, DG. ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്, നോക്കാം. ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ, which of the following graph represents the speed v of a projectile as a function of time t? അപ്പൊ അത്രേ ഉള്ളൂ. നമുക്കറിയാം പ്രോജക്ടൈൽ മോഷനിൽ ആദ്യം വെലോസിറ്റി മാക്സിമം ആയിരിക്കും, ഇനിഷ്യൽ വെലോസിറ്റി മാക്സിമം. പിന്നെ വെലോസിറ്റി എന്ത് ചെയ്യും, കുറഞ്ഞു പോകും. വെലോസിറ്റി കുറഞ്ഞു പോയിട്ട് ഹയസ്റ്റ് പോയിന്റ് ആകുമ്പോൾ എന്താവും, 0. അപ്പൊ ആദ്യം മാക്സിമം, ടൈമിനനുസരിച്ച് വെലോസിറ്റി എന്ത് ചെയ്യുന്നു, കുറയുന്നു. പിന്നെ ഹയസ്റ്റ് പോയിന്റ് വീണ്ടും കൂടും കേട്ടോ. അപ്പൊ ഇവിടെ അതിലുള്ള ഗ്രാഫ് ഒരു ഫസ്റ്റ് പാർട്ടേ ഉള്ളൂ. ഫസ്റ്റ് പോയിന്റ് മുതൽ ഹയസ്റ്റ് പോയിന്റുള്ള പാർട്ട് മാത്രമേ ഉള്ളൂ, കാരണം ഒറ്റ ലൈൻ മാത്രമേ കൊടുക്കുന്നുള്ളൂ. അപ്പൊ അതില് ഫസ്റ്റ് ഇതെങ്ങനെയാ വരുന്നത്, ഇത് VT. ഇതെടുക്കാൻ പറ്റൂല. എന്റെ മീനിങ് എന്താ, ടൈമിനനുസരിച്ച് വെലോസിറ്റി എന്ത് ചെയ്യുന്നു, കൂടുന്നു. ഇതല്ല. രണ്ടാമത്തെ ഗ്രാഫ് ഇതെങ്ങനെയാ, ഇത് കറക്റ്റാ. ആദ്യം മാക്സിമം ആയിരുന്നു, ടൈം കൂടുന്നതനുസരിച്ച് വെലോസിറ്റി കുറഞ്ഞു വെലോസിറ്റി എന്തായി, 0 ആയി. ഏതൊരു പോയിന്റ് വെലോസിറ്റി 0 ആയി. ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ, a body P float in water with half its volume immersed, and the body Q float in a liquid of density 3/4 of density of water with 2/3 of the volume immersed. The ratio of density of P to that of Q. അപ്പൊ അവിടെ ഫസ്റ്റ് എന്താ പറയുന്നത്, ഫസ്റ്റ് ബോഡി P എന്ന ബോഡിയാണ്. അത് വെള്ളത്തിൽ മുങ്ങിയിരിക്കുകയാണ്. എത്ര മുങ്ങിയിരിക്കുന്നു, ഹാഫ് വോളിയം മുങ്ങിയിരിക്കുകയാണ്. ഹാഫ് വോളിയം ആണ്. ഞാൻ എടുക്കുന്നു ആ പിയുടെ വോളിയം VP എന്നെടുത്തു. വോളിയം VP എന്നെടുക്കുകയാണ്. ഇത് എന്ത് കോൺസെപ്റ്റാ, ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ. ഇമേഴ്സ് ചെയ്യുന്നല്ലേ ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ. അതെന്താ പറയുന്നത്, ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ പറഞ്ഞ ഇത്രേ ഉള്ളൂ, വെയിറ്റ് ഓഫ് ദ ബോഡി ഈക്വൽ ടു weight of the
liquid displaced. ഇതാണ് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ. അതാണ് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് കാണണം? വെയിറ്റ് കാണണം. വെയിറ്റ് എങ്ങനെ? ഫസ്റ്റ് ഫോർ ബോഡി പി, പിയുടെ കേസ് പറയുന്നു. അപ്പം പിയുടെ വെയിറ്റ് കാണണം. എങ്ങനെ വെയിറ്റ് കാണണേ? എം ജി. ഞാൻ ഇവിടെ സ്റ്റൈലിൽ പറയാം ജനറൽ ആയിട്ട്. വെയിറ്റ് എങ്ങനെ കാണണേ? എം ജി. എനിക്ക് എം കൺവേർട്ട് ചെയ്യണം. നമ്മുടെ ഡെൻസിറ്റി വോളിയം ആണ് പറയുന്നത്. നമ്മൾ നേരത്തെ ചെയ്തു. എങ്ങനെ മാസ് കാണുന്നേ? വോളിയം ഇൻറ്റു ഡെൻസിറ്റി. അപ്പൊ വോളിയം ഇൻറ്റു ഡെൻസിറ്റി. ഞാൻ ഡി എന്ന് കൊടുക്കാം, ഡെൻസിറ്റി. പിന്നെ എന്താണ്? ജി. അപ്പം വെയിറ്റ് എങ്ങനെ കാണും? വോളിയം ഇൻറ്റു ഡെൻസിറ്റി ഇൻറ്റു ജി. ഇതാണ് ജനറൽ ഫോർമുല. ശരി, ഇവിടെ വെയിറ്റ് ഓഫ് ദ ബോഡി അല്ലേ? അപ്പൊ ബോഡിയുടെ വോളിയം വി പി എന്ന് കൊടുത്തു. അടുത്ത പിന്നെ എന്താണ്? ഡെൻസിറ്റി. അപ്പൊ ഡെൻസിറ്റി ഓഫ് ബോഡി പി. പിന്നെ എന്താണ്? ജി. ജി കോൺസ്റ്റന്റ് ഈസ് ഈക്വൽ ടു വെയിറ്റ് ഓഫ് ദ ലിക്വിഡ് എന്താണ്? ഡിസ്പ്ലേസ്ഡ്. അപ്പൊ ലിക്വിഡിന്റെ എന്താണ്? വോളിയം. ലിക്വിഡിന്റെ വോളിയം എത്രയെന്ന് പറയുന്നുണ്ട്? ആ ക്വസ്റ്റ്യൻ ഹാഫ് ആണ് ഇമേഴ്സ് ചെയ്തിട്ടുള്ളത്, ഹാഫ് ആണ്. അപ്പൊ ലിക്വിഡിന്റെ വോളിയം എന്താ വരുന്നത്? ഹാഫ്. അപ്പൊ എന്താ? ഹാഫ് വി പി. ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് പകുതി മാത്രമേ മുങ്ങിയിട്ടുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് എഴുതി? ഹാഫ് എന്ത് എഴുതി? വി പി എന്ന് എഴുതി. ഇതിന്റെ ഹാഫ് വോളിയം. പിന്നെന്താണ്? അത് ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് അല്ലേ? ഞാൻ ഡെൻസിറ്റി ഓഫ് വാട്ടറിലാണ് ഇമേഴ്സ് ചെയ്ത്, അതുകൊണ്ട് വാട്ടർ എന്ന് ഡെൻസിറ്റി ഓഫ് വാട്ടർ ഇൻറ്റു എന്താണ്? ജി. ഇവിടെ എന്താ ക്യാൻസൽ ആവും? വി പി ക്യാൻസൽ, ജി ക്യാൻസൽ. ബാക്കി എന്ത് കിട്ടി? ഡി പി ഇസ് ഈക്വൽ ടു 1/2 ഡി ഡബ്ല്യു എന്ന് കിട്ടി. ഈ 2 ഇങ്ങോട്ട് ക്രോസ് ചെയ്ത 2 ഡി പി ഈസ് ഈക്വൽ ടു ഇവിടെ എന്ത് കിട്ടും? ഡി സഫിക്സ് ആണ് ഡബ്ല്യു, ഡബ്ല്യു എന്ന് കിട്ടും. ഇവിടെ ഡെൻസിറ്റി ഓഫ് ബോഡി ഇവിടെ ഇരട്ടി ആയിരിക്കും ഡെൻസിറ്റി ഓഫ് വാട്ടർ. ഇത്രയും കിട്ടി. ഇനി 4 എന്താണ്? ബോഡി ക്യൂ എടുക്കുകയാണ്. ഇതുപോലെ തന്നെ ബോഡി ക്യൂവിന്റെ കേസ് എന്താ? ബോഡി ക്യൂവിന്റെ കേസ് വരുമ്പം ഇതുപോലെ വെയിറ്റ് ഓഫ് ദ ബോഡി എന്താണ്? വോളിയം. വോളിയം എത്രയാണ്? വി ക്യൂ. വോളിയം വി ക്യൂ. അടുത്ത് ഇവിടെ എന്താണ്? ഡെൻസിറ്റി ഓഫ് ബോഡി. അവിടെ എന്താ വരുന്നത്? ഡി ക്യൂ ഡെൻസിറ്റി. അടുത്ത് ഇൻറ്റു ജി ഈസ് ഈക്വൽ ടു വെയിറ്റ് ഓഫ് ദ ലിക്വിഡ് ഡിസ്പ്ലേസ്ഡ്. അപ്പൊ ഇവിടെ വോളിയം പറയുന്നുണ്ട് എത്രയാണ്? 3/4. സോറി 3/4 തന്നെ. 3/4 അല്ലല്ലോ, 2/3 ആണ്. അപ്പൊ വോളിയം എത്രയാണ്? 2/3 ഓഫ് വി ക്യൂ. ഇവിടുത്തെ വോളിയം എന്ന് പറഞ്ഞാൽ 2/3 എന്ന് പറയുന്നുണ്ട്. ഇനി ഡെൻസിറ്റി. ഡെൻസിറ്റി എടുത്ത് പറയുന്നു. എന്താ ഡെൻസിറ്റി വരുന്നത്? ഇപ്പൊ ലിക്വിഡ് ഞാൻ എഫ് എന്ന് എടുക്കുകയാണ്. ഇപ്പൊ ഇത് ലിക്വിഡ് ഡി എഫ് എന്ന് എടുക്കാം, അല്ലെങ്കിൽ ഡി എൽ എന്ന് എടുക്കാം. ഇപ്പോഴത്തെ ലിക്വിഡ് ഏതോ ലിക്വിഡ്, അതിന്റെ ഡെൻസിറ്റി എത്രയെന്ന് പറയുന്നുണ്ട്? 3/4 ഓഫ് ഡെൻസിറ്റി ഓഫ് വാട്ടർ. വാട്ടറിന്റെ ഡെൻസിറ്റി എത്രയാണോ അതിന്റെ എത്രയെന്ന് പറയുന്നു? 3/4 എന്ന് പറയുന്നു. ആര്? ഇപ്പൊ മുക്കി വെച്ച ലിക്വിഡിന്റെ ഡെൻസിറ്റി. അപ്പൊ ഇവിടുത്തെ ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് എഴുതേണ്ടത് അത് എത്രയാണ്? 3/4 ഓഫ് ഡെൻസിറ്റി ഓഫ് വാട്ടർ ഇൻറ്റു ജി. ഇൻറ്റു ഒന്നും വേണ്ട. അപ്പൊ എല്ലായിടത്തും എന്താ മനസ്സിലാവും? വി ക്യൂ ക്യാൻസൽ, ഇവിടെ ജി ക്യാൻസൽ, ഇവിടെ 3യും 3യും ക്യാൻസൽ. ബാക്കി എന്ത് കിട്ടി? ഡി ക്യൂ ഇസ് ഈക്വൽ ടു ഈ 2ഉം ഈ 4ഉം കട്ട് ചെയ്യുമ്പോൾ ഇവിടെ എത്ര കിട്ടും? 2 എന്ന് കിട്ടും. ഇവിടെ എന്ത് കിട്ടി? ഡി ഡബ്ല്യു ഡിവൈഡ് ബൈ എത്ര? 2. ഇത് ഇങ്ങോട്ട് ക്രോസ് ചെയ്താൽ 2 ഡി ക്യൂ ഇസ് ഈക്വൽ ടു ഡി ഡബ്ല്യു. ഇക്വേഷൻ 1, ഇക്വേഷൻ 2. 1ഉം 2 നോക്കിയേ, റൈറ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ ആണ്. അപ്പൊ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്ത് ചെയ്യാം? ഇക്വേറ്റ് ചെയ്യാം. അപ്പൊ എന്ത് കിട്ടും? 1 and 2. നമുക്ക് എന്ത് കിട്ടി? 2dp ഈക്വൽ ടു 2dq. 2ഉം 2ഉം ക്യാൻസൽ. അപ്പൊ എന്ത് കിട്ടി? dp ഈക്വൽ ടു dq. റേഷ്യോ അല്ലേ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞ? റേഷ്യോ എത്ര? 1:1. രണ്ട് ഈക്വൽ അല്ലേ? ആൻസർ 1:1. ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ. A pipe of 1 meter length is closed at one end, taking the speed of the sound in air as 320 meter per second. The air column in the pipe cannot resonate for the frequency in hertz. അപ്പോൾ ഇവിടെ ഒരു എൻഡ് എന്താണ്? ക്ലോസ്ഡ് ആണ് എന്ന് പറയുമ്പോൾ എന്താ? ക്ലോസ്ഡ് പൈപ്പ് ആണ്. ക്ലോസ്ഡ് പൈപ്പ് പറയുമ്പോൾ എപ്പോഴും ഓർത്തിരിക്കേണ്ടത് ക്ലോസ്ഡ് പൈപ്പിന്റെ ഫ്രീക്വൻസി, ഫണ്ടമെന്റൽ ഫ്രീക്വൻസി കാണുന്ന ഫോർമുല V/4L ആണ്. പിന്നെ അറിഞ്ഞിരിക്കേണ്ടത് ഇതിൽ ഓഡ് ഹാർമോണിക്സ് മാത്രമേ ഉള്ളൂ. ഓഡ് ഹാർമോണിക്സ് എന്ന് പറഞ്ഞാൽ അടുത്ത് വരുന്ന എത്രയായിരിക്കും? 3V/4L ആയിരിക്കും തൊട്ടടുത്ത ഫ്രീക്വൻസി. തേർഡ് ഹാർമോണിക്സ് അടുത്ത് എത്ര വരുന്നത്? അടുത്ത ഫ്രീക്വൻസി എത്രയാ? 5V/എത്രയാണ്? 4L.
അതായത് ഫണ്ടൽ ഫ്രീക്വൻസി കാണുക. ഇത് ഫണ്ടൽ ഫ്രീക്വൻസി അല്ലെ, ന്യൂ. ഇത് എത്ര? 3 ഇൻറ്റു ന്യൂ. അടുത്തെത്രയാണ്? 5 ഇൻറ്റു ന്യൂ. അടുത്തെത്ര? 7 ഇൻറ്റു ന്യൂ. ഏത് മൾട്ടിപ്പിൾ മാത്രമേ ഉള്ളൂ? ഓൾഡ് മൾട്ടിപ്പിൾസ് മാത്രമേ ഉള്ളൂ, ഈവൻ മൾട്ടിപ്പിൾ ഇല്ല. അപ്പൊ ഈ ക്വസ്റ്റിൽ പറയുന്നത് റെസൊണൻസ് നടക്കാൻ പാടില്ല. അപ്പൊ നടക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആദ്യം എന്ത് കാണുക? അതിന്റെ ഫണ്ടൽ ഫ്രീക്വൻസി കാണും. തന്നിട്ടുണ്ട് V/4 അല്ലേ? V തന്നിട്ടുണ്ട് 320. 4 ഇൻറ്റു L എത്ര? 1. 320/4 80 ഹെഡ്സ് എന്ന് കിട്ടും. ഇതിന്റെ ഏത് മാത്രം നോക്കിയാൽ മതി? ഓഡ് മൾട്ടിപ്പിൾ. ഫസ്റ്റ് ഓപ്ഷൻ 80 അത് വരും, ഫണ്ടൽ ഫ്രീക്വൻസി ആണ്. അത് റെസൊണൻസ് സംഭവിക്കും. രണ്ടാമത്തെ 160 സംഭവിക്കില്ല. 160 എന്ത് ചെയ്യണം? 2 ഇൻറ്റു 80. അപ്പൊ 160 എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ഇൻറ്റു 80. 2 ഈവൻ മൾട്ടിപ്പിളാ? പോസിബിൾ അല്ല. അപ്പൊ ആൻസർ ബി. വേണമെങ്കിൽ സി ചെക്ക് ചെയ്ത് നോക്കാം. 240 വരുന്നത്. 240 എന്ന് 3 ഇൻറ്റു 80. ഏത് മൾട്ടിപ്പിളാ? ഓഡ് മൾട്ടിപ്പിളാ? പോസിബിൾ ആണ്. അടുത്തെത്രയാണ്? 560 വരുന്നത്. 560 എത്രയാണ്? 80 ഇൻറ്റു 7. ഇവിടെ കിട്ടുന്ന വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി ഈ 560 ഡിവൈഡ് ബൈ 80 ചെയ്ത് നോക്കിയാൽ കിട്ടുന്ന വാല്യൂ ഓഡ് ആണെങ്കിൽ പോസിബിൾ ആണ്, ഈവൻ ആണെങ്കിൽ പോസിബിൾ അല്ല. അത്രേ ഉള്ളൂ. അപ്പൊ എത്ര? 7 ഓഡ് ആണ്. അത് 720 അല്ലേ? 720 എന്ന് പറഞ്ഞാൽ 9 ഇൻറ്റു 80 ആണ് 720 വരുന്നത്. അതുകൊണ്ട് തന്നെ ഓഡ് തന്നെയാണ്. അപ്പൊ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ. A wave pulse in a string is described by the equation y1 തന്നിട്ടുണ്ട്. And another wave pulse in the same string described by y2. The value of y1, y2 and x are in meters, t in second. Which of the following statement is correct? നമുക്ക് എഴുതാം. y1 തന്നിട്ടുണ്ട്. y1 is equal to 5/3x minus 4t the whole square plus 2. y2 തന്നിട്ടുണ്ട് -5 divided by 3x plus 4t minus 6 the whole square plus 2. അപ്പൊ നമ്മുടെ വേവിന്റെ കേസ് വരുമ്പോൾ അതിന്റെ ജനറൽ ഇക്വേഷൻ ഇതാണ്. a sin, ഇവിടെ സ്മോൾ a അവിടെ തന്നെ കുഴപ്പമില്ല, kx minus omega t. അതായത് ഇവിടുത്തെ സൈൻ നോക്കാം. ഇവിടെ മൈനസ് വന്നാൽ, അതായത് ടിയുടെ സൈന് മൈനസ് വന്നാൽ അത് പോസിറ്റീവ് എക്സ് ആക്സ് ആണ്. ഇത് ഇങ്ങനെയാണ് വന്നത്, കെ എക്സ് പ്ലസ് ഒമേഗ ടി എന്നാണെങ്കിൽ, അതായത് ടിയുടെ സൈൻ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആണെങ്കിൽ അത് നെഗറ്റീവ് എക്സ് ആക്സ് ആണ്. ഇത്രയാണ് മനസ്സിലാക്കേണ്ടത്. ഇവിടെ നോക്കേ, ഫസ്റ്റ് ഞാൻ പറയാൻ കാരണം ഓപ്ഷൻസ് എല്ലാം അതിന്റെ ഡയറക്ഷൻ കുറിച്ചാണ് പറയുന്നത്. ഓപ്ഷൻ എ ഒക്കെ നോക്കി, y1 പോസിറ്റീവ്. അപ്പൊ y1 എന്താണ്? പോസിറ്റീവ്. കണ്ടാലും അറിയാം y1 പോസിറ്റീവ്. അവിടെ നോക്കി, ടിയുടെ സിമ്പിൾ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആണ്. ടിയുടെ സിമ്പിൾ നെഗറ്റീവ് ആണെങ്കിൽ ഏത് എക്സ് ആണ്? എക്സ് പോസിറ്റീവ് ആണ്. y1ന്റെ കേസ് എക്സ് പോസിറ്റീവ് ആണ്. അപ്പൊ ഇത് ഇവിടെ എക്സ് പോസിറ്റീവ്, ഇവിടെ എക്സ് പോസിറ്റീവ്. ഇവിടെ നോക്കൂ, ടിയുടെ സൈൻ എന്താണ്? പോസിറ്റീവ് വന്നു. ടിയുടെ സൈൻ പോസിറ്റീവ് വന്നാൽ നെഗറ്റീവ് എക്സ് ആക്സ്. അപ്പൊ ഇതെന്താണ്? എക്സ് നെഗറ്റീവ് എക്സ്. ഫസ്റ്റ് ഓപ്ഷൻ തെറ്റാണ്. ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നു y1 മൈനസ് എക്സ് ആണ്, y1 പ്ലസ് എക്സ്. അപ്പൊ ആ ഓപ്ഷൻ തെറ്റി. രണ്ടാമത്തെ ബോത്ത് y1 y2 നെഗറ്റീവ് എക്സ് എന്ന് പറയും, തെറ്റ്. അടുത്ത് ബോത്ത് y1 y2 പ്ലസ് എക്സ് എന്ന് പറയും, തെറ്റ്. അപ്പൊ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. കാരണം y1 പോസിറ്റീവ് എന്നും y2 നെഗറ്റീവ് എന്നൊരു ഓപ്ഷൻ ഇല്ല. അപ്പൊ ആദ്യം 3 ഓപ്ഷൻ പോയി. അടുത്ത് ഡി, ഓപ്ഷൻ ഡി എന്താ പറയുന്നത്? അറ്റ് എക്സ് ഈക്വൽ ടു 1 മീറ്റർ, എക്സ് 1 മീറ്റർ ആണെങ്കിൽ നോക്കാം. എക്സിന്റെ വാല്യൂ അറ്റ് എക്സ് ഈക്വൽ ടു 1. അപ്പൊ y1 എത്ര കിട്ടും? അവിടെ എന്താണ്? 5 ഡിവൈഡ് ബൈ എക്സിന്റെ സ്ഥാനത്ത് 1 കൊടുത്തു. അപ്പൊ എന്ത് കിട്ടും? 3 മൈനസ് 4t ദ ഹോൾ സ്ക്വയർ പ്ലസ് എന്താണ്? 2 ആണല്ലോ. ഇനി y2 ആണെങ്കിൽ ഇവിടെ എന്താ? -5 എക്സിന്റെ സ്ഥാനത്ത് 1 കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? 3 കിട്ടും. 3 പ്ലസ് 4t, പിന്നെ എന്താ കിട്ടുന്നേ? ഇവിടെ എന്താ? -6 the whole square plus എന്താണ്? 2. ഇവിടെ എന്ത് കിട്ടും? y2 is equal to -5 divided by 3 minus 6. എത്ര? 3 minus 6 എന്ന് പറഞ്ഞാൽ -3. അപ്പൊ ഇവിടെ എന്ത് കിട്ടും? -3 plus 4t the whole square plus എത്ര? 2. ഇവിടെ നമുക്ക് ഇതിന്റെ അകത്ത് മാത്രം അറേഞ്ച് ചെയ്യാമേ.
ഞാൻ ഈ ഫോർമാറ്റ് ആക്കി ഇതിന്റെ അകത്ത് മാത്രം അറേഞ്ച് ചെയ്യാൻ എന്ത് ചെയ്യുന്നു, എന്റെ അകത്ത് മാത്രമാണ് ഈ ബ്രാക്കറ്റിനകത്ത് മാത്രം മൈനസ് കൊണ്ട് ഇൻഡ് ചെയ്യുന്നു. ഇവിടെ മൈനസ് കൊണ്ട് ചെയ്യുമ്പോൾ ഇവിടെ എന്താവും പ്ലസ് ആവും, ഇവിടെ എന്താവും മൈനസ് ആവും. ഇവിടെ ഒരു മൈനസ് കൊടുത്തു, ഇവിടെ ഒരു മൈനസ് കൊടുത്തു. അപ്പൊ എന്തായിട്ടാ y2 എന്ന് പറഞ്ഞ മോളിൽ -5 ഉണ്ട് ഡിവൈഡ് ബൈ ഈ മൈനസ് എന്തായി പ്ലസ് ആയി. ഇനി മൈനസിന്റെ പ്ലസ് എന്തായി മൈനസ് ആയി. ബാക്കി എന്താ 40 the whole square പ്ലസ് എന്താണ് 2. ഇപ്പൊ നോക്കി ഇതല്ലേ y1 എന്ന് പറഞ്ഞ, ഇതല്ലേ y2 എന്ന് പറഞ്ഞ, രണ്ടും മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, ഓപ്പോസിറ്റീവ് ആണ്. അപ്പൊ രണ്ട് ഈക്വൽ ഓപ്പോസിറ്റ് ക്യാൻസൽ ചെയ്ത് പോകും. അതല്ലേ ഓപ്ഷൻ ഡി പറയുന്നത്. y2 എന്ത് ചെയ്തു ക്യാൻസൽ ചെയ്യുന്നു. അപ്പോ ആൻസർ എന്താണ് ഓപ്ഷൻ ഡി. അടുത്ത ക്വസ്റ്റ്യൻ. The maximum transverse velocity and maximum transverse acceleration of a harmonic wave in one-dimensional string is 1 meter per second and 1 meter per second square respectively. The phase velocity if the wave is the phase velocity of the wave is 1 meter per second. The waveform is waveform ഉണ്ട്. നമ്മൾ നേരത്തെ waveform എന്ന് പറഞ്ഞു. എന്താ ഇത് waveform എന്ന് പറഞ്ഞാൽ in terms of a sin y is equal to a sin kx minus omega t. ഈ ഫോർമുല ഉള്ളത് അതല്ല. അപ്പൊ അവിടുന്ന് ആ ഓപ്ഷൻ നോക്കുമ്പോൾ അറിയാം ആരൊക്കെ ഇല്ല, എ ഇല്ല, കെ ഇല്ല, ഒമേഗ ഇല്ല എന്ന് പറഞ്ഞ ഇല്ല എന്നല്ല, അത് ആ മൂന്നിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. എ ഓൾറെഡി ഇല്ല, എയുടെ വാല്യൂ 1 ആയിരിക്കും. അപ്പൊ എ ഓരോ ഓപ്ഷനും ഇല്ല. ബാക്കി കെയുടെ ഒമേഗയുടെ വാല്യൂ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതനുസരിച്ച് ഇക്വേഷൻ മാറും. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കെ ഒമേഗയാണ്. എ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല, അത് കാണുമ്പോൾ ഓപ്ഷൻ കാണുമ്പോൾ മനസ്സിലായി എ 1 ആണെന്നുള്ളത്. ഫസ്റ്റ് എന്താ പറയുന്നത് വെലോസിറ്റി മാക്സിമം ട്രാൻസ്ഫർ വെലോസിറ്റി ഉണ്ട്. മാക്സിമം ട്രാൻസ്ഫർ വെലോസിറ്റി നമ്മൾ ഓസിലേഷനിൽ പഠിക്കുന്നത്. മാക്സിമം വെലോസിറ്റി കാണുന്ന ഫോർമുല എന്ന് പറഞ്ഞാൽ ഇതാണ് എ ഒമേഗ. മാക്സിമം എന്ന് പറഞ്ഞാൽ എ ഒമേഗ എന്നാണ് കിട്ടുന്നത്. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ഇത് മാക്സിമം ആക്സലേഷൻ ആണെങ്കിൽ വിത്തൗട്ട് സൈൻ ആയിട്ട് മാത്രം ചെയ്യാൻ മതി. എ ഒമേഗ സ്ക്വയർ ഇതിന്റെ വാല്യൂ 1 ആണ്, ഇതിന്റെ വാല്യൂ എത്രയാണ് 1 ആണെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നു. ഇതിനെങ്ങനെ എഴുതിക്കൂടെ എ ഒമേഗ ഇൻറ്റു ഒമേഗ, ഒമേഗ സ്ക്വയറിനെ സ്പ്ലിറ്റ് ചെയ്തു ഒമേഗ ഇൻറ്റു ഒമേഗ വാല്യൂ 1. എ ഒമേഗ എത്ര 1 അല്ലേ, ഇത് 1 ഇൻറ്റു ഒമേഗ ഈക്വൽ ടു 1. ഒമേഗയുടെ വാല്യൂ എത്രയെന്ന് കിട്ടി 1 എന്ന് കിട്ടി. ഒമേഗ 1 ആണ് ഈ ഇക്വേഷൻ എടുത്തുകൂടെ. ഒമേഗ 1 ആണ്, എ 1 ആയിരിക്കില്ലേ. എന്താണ് ഈ ഇക്വേഷൻ കൊടുക്കുമ്പോൾ എന്ത് കിട്ടും ഇവിടെ ഒമേഗ 1. അപ്പൊ എ ഇസ് ഈക്വൽ എന്ന് കിട്ടി 1 എന്ന് കിട്ടി. കാരണം എന്താ ഒമേഗ ഈക്വൽ ടു 1 ഇവിടെ 1 ആയിട്ട് പോയി, എ ഈക്വൽ ടു 1 എന്ന് കിട്ടി. അത് ചെറിയ കുഴപ്പമില്ല. ഇനി നിങ്ങൾ ഈ വേവ് പഠിക്കുമ്പോൾ ഓസിലേഷൻ പഠിക്കുമ്പോൾ വേവ് ഓസിലേഷൻ പഠിക്കുമ്പോൾ ഈ ഇക്വേഷൻ പഠിക്കണം. അതിന്റെ കൂടെ 3 ഇക്വേഷൻ കൂടെ ഉണ്ട്, അവിടെ ഓർത്തിരിക്കണം. ഒന്നാമത്തെ ഇക്വേഷൻ കെ കാണാൻ ഫോർമുല 2π/λ. കെ എന്ന് പറഞ്ഞാൽ പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ് എന്നോ ആംഗുലാർ വേവ് നമ്പർ എന്നോ പറയും. ഇതൊരു ഫോർമുല. അടുത്ത വേറെ ഫോർമുല ഉണ്ട് ഒമേഗ ഇസ് ഈക്വൽ ടു കെ വി. ഇനി v is equal to ന്യൂ ലാംഡ. ഇത്രയും അറിഞ്ഞിരിക്കും കേട്ടാ. ഇനി കെയുടെ യൂണിറ്റ് കൂടെ പഠിച്ചു വയ്ക്കുക. കെയുടെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ റേഡിയൻ പെർ മീറ്റർ ആണ്. ഇത്രയും അറിഞ്ഞിരിക്കുക. അത് അവിടെ കെ വേണ്ടേ, ഇത് അവിടെ നിന്ന് ഈ ഇക്വേഷൻ ഉപയോഗിക്കാം കെ കാണാൻ വേണ്ടി. അവിടെ എങ്ങനെ എന്താ ഒമേഗ ഈക്വൽ ടു കെ വി. ഇവിടുന്ന് കെ എങ്ങനെ കാണാം വി ഡിവൈഡ് ചെയ്യുക ഒമേഗ ബൈ വി. ഒമേഗ കണ്ടുപിടിച്ചു, എത്ര കണ്ടുപിടിച്ചു 1. വി അവസാനം പറയുന്നത് ഫേസ് വെലോസിറ്റി എത്ര പറയുന്നുണ്ട് വി എന്ന് പറഞ്ഞാൽ അതും 1 എന്ന് പറയുന്നുണ്ട്. 1/1 എത്ര 1. അപ്പൊ നമുക്ക് എന്തൊക്കെ കിട്ടി എ 1 ആണ്, ഒമേഗ 1 ആണ്, കെ 1 ആണ്. അപ്പൊ ഈ ഇക്വേഷൻ നമുക്ക് എ 1 ആയി. അപ്പം എ 1 ആയിട്ട് പോയി. ബാക്കി എത്ര സൈൻ കെ 1. അപ്പൊ കെ 1 ആവും 1 ഇൻറ്റു എക്സ് എത്ര എക്സ്. ഒമേഗ 1 മൈനസ് ടി. അപ്പം സൈൻ എക്സ് മൈനസ് ടി എന്നൊരു ഓപ്ഷൻ എ.